പ്രിയ പ്രേക്ഷകരെ, ഏവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. 2-3 എപ്പിസോഡുകളായിട്ട് ചവിട്ട് നാടകത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമാണ് പറയുവാൻ പോകുന്നത്. കേരളത്തിലെ പ്രാചീന നാടൻ കലകളുടെ അവതരണാരംഭത്തിൽ നടത്തുന്ന കേളികൊട്ട് ചവിട്ട് നാടകത്തിലും ബാധകമാണ്. അന്ന് നാടകമുണ്ടെന്നുള്ള സൂചനയായിട്ടാണ് ഇവിടെയും അത് നടത്തി വരുന്നത്. സായം സന്ധ്യയ്ക്ക് അരങ്ങിൽ തെളിയിച്ച കളിവിളക്കിന് മുന്നിൽ ചെണ്ട, മദ്ദളം, ഇലത്താളം എന്നിവയോടുകൂടി മേളപ്പറ്റ് അരങ്ങേറും. ഒരു താളവട്ടം കൊട്ടിക്കലാശം കഴിഞ്ഞാൽ പിന്നെ 8:30-9 മണിയോടുകൂടി രണ്ടാമത്തെ കേളി കൊട്ടും. അത് അണിയറയിലെ കലാകാരന്മാർക്ക് വേഷമിടുന്നതിനുള്ള നിർദ്ദേശമാണ്. രണ്ടാമത്തെ കേളി കൊട്ടുമ്പോൾ കലാകാരന്മാർ ആചാരപ്രകാരമുള്ള പ്രാർത്ഥന നടത്തി വേഷമിടാനിരിക്കും. പിന്നെ 9:30-10 മണിയോടുകൂടി മൂന്നാമത്തെ കേളി കൊട്ടി നാടകം ആരംഭിക്കുകയായി. ആദ്യം വിദൂഷകനാണ് രംഗത്ത് വരുന്നത്. ഇവിടെ വിദൂഷകനെ കട്ടിയക്കാരൻ എന്നാണ് സംബോധന ചെയ്യാറ്. കട്ടിയക്കാരൻ രംഗത്ത് വന്ന് അന്ന് നടക്കുവാൻ പോകുന്ന നാടകത്തെക്കുറിച്ച് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഹ്രസ്വമായ ഒരു വിവരണം നൽകി അണിയറയിലേക്ക് പിന്തിരിയുന്നതോടെ രാവ് മുഴുവനും നീണ്ടു നിൽക്കുന്ന ആട്ടും പാട്ടുമായി തിളക്കമാർന്ന വേഷങ്ങൾ വന്ന് വിസ്മയകരമായ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കുകയായി. കിഴക്ക് വെള്ളി കീറുമ്പോൾ മംഗളസ്തുതി ആലപിച്ച് അത് അവസാനിക്കുന്നു. കലാകാരന്മാർ ഒത്തൊരുമിച്ച് മംഗളം പാടി അണിയറയിലേക്ക് നീങ്ങുമ്പോൾ കടുത്ത ഇടിമിന്നലോടുകൂടി പെയ്ത കൊടും പേമാരി അവസാനിച്ച പ്രതീതിയായിരിക്കും കാണികളിൽ ഉണ്ടായിരിക്കുക എന്ന് നാടകം കണ്ടിട്ടുള്ള പഴമക്കാർ പറയുന്നു. ആദ്യത്തെ ചവിട്ട് നാടകം കാറൽസ്മാൻ ചരിത്രം എന്നതാണ്. മധ്യകാല യൂറോപ്പിൽ വിശാലമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം. ഫ്രാങ്കുകൾ എന്നറിയപ്പെടുന്ന ജർമ്മൻ ഗോത്രത്തിലെ രാജാവായി തുടക്കമിട്ടുകൊണ്ട് പിൽക്കാലത്ത് അതിനെ അതിവിശാലമായ സാമ്രാജ്യമാക്കി റോമ ചക്രവർത്തി എന്ന പദവിയിൽ എത്തിച്ചേർന്ന മഹൽ വ്യക്തിയായിരുന്നു കാറൽസ്മാൻ. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ വിദ്യാഭ്യാസ പുരോഗതി കൈവരിച്ചുകൊണ്ട് വൈജ്ഞാനിക ആവിഷ്കാരത്തിന് വഴി തുറക്കുകയുണ്ടായി. സാധുജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വിവിധ ഇനം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏർപ്പെടുത്തുകയുണ്ടായി. ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് റോമ സാമ്രാജ്യത്തെ ഐശ്വര്യത്താൽ സമ്പൽ സമൃദ്ധമായ അത്യുന്നത പദവിയിൽ എത്തിച്ച് ദീർഘകാലം രാജ്യം ഭരിച്ച് 72ാമത്തെ വയസ്സിൽ മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭരണനേട്ടങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കണക്കിലെടുത്തുകൊണ്ട് 1165 പോപ്പ് കാറൽസ്മാനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ഇതാണ് കഥ. 5 ഭാഗങ്ങളും 100-ൽ പരം
കഥാപാത്രങ്ങളുമുള്ള ഈ നാടകം അവതരിപ്പിക്കണമെങ്കിൽ 15 രാവുകൾ പൂർണ്ണമായും വേണ്ടിവരും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കർത്താവ് കൊച്ചിയിൽ ജീവിച്ചിരുന്ന വറീതച്ചൻ എന്ന ഒരു കലാകാരനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം നടനും കവിയുമായിരുന്നു അത്രേ. കാറൽസ്മാൻ കൂടാതെ ഒട്ടനവധി ചവിട്ടുനാടകങ്ങൾ കൈരളിക്ക് ലഭിച്ചിട്ടുണ്ട്. അവയിൽ ചിലതാണ് ബ്രസീന നാടകം, അല്ലേശു നാടകം, ഗീവർഗീസ് നാടകം, ദാവീദ് വിജയം നാടകം, നെപ്പോളിയൻ ചരിത്രം, സത്യപാലൻ, ജ്ഞാനസുന്ദരി തുടങ്ങിയവയൊക്കെ അതിൽപ്പെടുന്നു. എന്നിരുന്നാലും കാറൽസ്മാനായിരുന്നു ഏറ്റവും മികച്ച നാടകം എന്നാണ് രേഖകളിൽ കാണുന്നത്. അത്രയും മികച്ച ഒരു ചവിട്ട് നാടകം വേറെ ഇല്ലായിരുന്നു അത്രേ. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ പറയാം. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു. ഇത് പറയുമ്പോൾ പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പറയാം. എനിക്ക് ഓരോ എപ്പിസോഡ് കഴിയുന്തോറും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും വ്യൂസും കൂടിക്കൂടി വരുന്നുണ്ട്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. അതേപോലെ എൻ്റെ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. വീണ്ടും വീണ്ടും അതുണ്ടാവട്ടെ. കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമസ്തേ.